അവിടെ സന്നിഹിതരായി, അവിടെ ഹാജരായി, ആ വാഹനം പിടിച്ചു വെക്കുന്ന, ആ വാഹനം ബന്ദ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്കുണ്ടെന്ന്, അള്ളാഹുവിന്റെ അടിമകൾ അങ്ങനെയുള്ളവരുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശറഹുൽ മുഹദ്ദബിന്റെ 4-ാം വാള്യം 396-ാമത്തെ പേജിലും ഈ രംഗം ഉദ്ധരിച്ചുകൊണ്ട്, ഞാനിങ്ങനെ ഒരു ഹജ്ജിന്റെ വേളയിൽ ഹജ്ജിന് പോകുന്ന സമയത്ത് എനിക്ക് ഇത്തരം ഒരു പ്രതിസന്ധി വന്നപ്പോ ആ ദിക്ർ ചൊല്ലിയിട്ട് അതിന്റെ ഫലം കിട്ടി. കണ്ടോ, ഈ ദിക്ർ ചൊല്ലിയിട്ട് ഫലം അനുഭവിച്ച മുൻഗാമികളുണ്ട്. മനസ്സിലായോ? ഇത് സമസ്ത ഉണ്ടായതിനു ശേഷം ഇബ്നു തൈമിയ്യയുടെ കിതാബ് പരതിയിട്ട് അവരുണ്ടാക്കിയ തെളിവല്ല. മനസ്സിലായോ മുജാഹിദുകളെ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ട ശേഷം അവരുടെ ആലിമീങ്ങളൊക്കെ കൂടി തെരഞ്ഞു പിടിച്ച് അവർ ദുർവ്യാഖ്യാനിച്ചുണ്ടാക്കിയ ഒരു വിഷയമല്ല. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ശറഹുൽ മുഹദ്ദബ് നിങ്ങൾ ഉദ്ധരിക്കാറില്ല, ശറഹ് മുസ്ലിം നിങ്ങൾ ഉദ്ധരിക്കാറില്ലേ? അത് ഇമാം നവവി തങ്ങളുടേതല്ലേ? ഇമാം നവവി തങ്ങൾ ലോകപ്രസിദ്ധനായ പണ്ഡിതനാണ്, നിങ്ങൾ സമ്മതിക്കുന്നില്ലേ? ആ പണ്ഡിതനായ മഹാനായ വലിയായ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇതേ ദിക്ർ ചൊല്ലിയിട്ട് ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായം ലഭിച്ചു. മഹാന്മാരിലൂടെയുള്ള സഹായം. ബഹുമാനപ്പെട്ടവര് അവരുടെ മുൻഗാമികളിൽ നിന്നും ഇത്തരം ഒരു സംഭവം ഉദ്ധരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അവിടുത്തെ അദ്കാറിലും അത് രേഖപ്പെട്ട് കിടക്കുന്നത് കാണാം. ഇങ്ങനെ നമുക്ക് കണ്ണിന്റെ മുമ്പിലുള്ള ഇല്ലാത്ത നമ്മളിൽ നിന്ന് അദൃശ്യരായ ആളുകളെ വിളിച്ചാൽ, സഹായം ചോദിച്ചാൽ ശിർക്കല്ല. അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ, ആ കാരണത്തെ സമീപിക്കലാണ്. ഇവിടെ എന്താണ് പ്രശ്നമുള്ളത്? മുജാഹിദീങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല ഈ വിഷയത്തിൽ. ഇനി ഞാൻ ഒന്നുകൂടി പറയട്ടെ. ഇപ്പോ വഫാത്തായി പോയ ആളുകൾ, ഈ പറഞ്ഞതിൽ വഫാത്തായവരും അല്ലാത്തവരുമായ ആളുകളൊക്കെ പെടാം. എന്നാൽ വഫാത്തായി പോയ ആളുകൾ അവർക്ക് കൂടി വ്യക്തമായും ബാധകമായി പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ ബാധകമാക്കി അവതരിപ്പിക്കുന്ന ഒരു ആയത്ത് കൂടെ ഉദ്ധരിച്ച് ആ വിഷയത്തിൽ നിന്നും തൽക്കാലം നമുക്ക് പിന്മാറാവുന്നതാണ്. സഹോദരന്മാരെ, അത് സൂറത്തുൽ മാഇദയിലെ 55-56 ആയത്തുകളാകുന്നു. സൂറത്തുൽ മാഇദയിലെ 55-56 ആയത്തുകൾ. മുജാഹിദുകൾ എന്ത് ദുർവ്യാഖ്യാനങ്ങൾ നൽകിയാലും ഞാൻ അവരുടെ അൽമനാറിൽ അവർ രേഖപ്പെടുത്തിയ അർത്ഥം നോക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ അത് വായിക്കുകയും ചെയ്യുന്നതാണ്. എന്താണ് ആ ആയത്തുകൾ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഇന്നമാ വലിയുക്കുമുല്ലാഹ്. ഇന്നമാ വലിയുക്കും, എത്രയെങ്കിലും തെളിവുകൾ ഈ വിഷയത്തിൽ ഉദ്ധരിക്കാനുണ്ട്. ഇന്നമാ വലിയുക്കുമുല്ലാഹ് വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാഹ വയുഅതൂന സകാത വഹും റാകിഊൻ വമൻ യതവല്ലല്ലാഹ വറസൂലഹു വല്ലദീന ആമനൂ ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ മാഇദയിൽ 55-56 ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെ സാരം അൽമനാർ നോക്കി ഞാൻ വായിക്കുന്നു, നിങ്ങൾ കേട്ടോളൂ. എന്താ അൽമനാർ പറയുന്നത്? തീർച്ചയായും നിങ്ങളുടെ സഹായിയും സംരക്ഷകനും അല്ലാഹുവും അവന്റെ ദൂതനും വിശ്വാസികളുമാകുന്നു. കണ്ടോ, ആരൊക്കെയാണ് സഹായികൾ? നിങ്ങളുടെ സഹായി അള്ളയാണ്, അവന്റെ ദൂതൻ റസൂലാണ്, വിശ്വാസികൾ. അവർ ഭക്തിപൂർവം നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും ചെയ്യുന്നു. കണ്ടോ, അവർ ഭക്തിപൂർവം അതൊക്കെ നിർവഹിക്കുന്ന ആളുകളാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ സഹായി അള്ളയാണ്, റസൂലാണ്, സത്യവിശ്വാസികളാണ്. പറഞ്ഞില്ലേ ഖുർആൻ? നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പെടുന്നുള്ള ഉറപ്പനല്ലേ? നമുക്ക് റസൂലല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് സഹായിയാണ് റസൂൽ എന്ന് പറഞ്ഞാൽ വഫാത്തായി പോയ മദീന റൗളയിൽ അവിടെ കിടക്കുന്ന, അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സഹായിയാണെന്നല്ലേ ഖുർആൻ പറയുന്നത്? സംരക്ഷകനാണെന്നല്ലേ ഖുർആൻ പറയുന്നത്? വഫാത്തായി പോയ നബിതങ്ങളാണ് അല്ലേ? നബിതങ്ങൾ വഫാത്തായി എന്നതിൽ മുജാഹിദുകൾക്ക് തർക്കമില്ലല്ലോ. ആ റസൂൽ നമുക്ക് റസൂലാണെന്നതിൽ തർക്കമില്ലല്ലോ. ആ റസൂൽ സഹായിയാണെന്ന് ഖുർആൻ. ആർക്ക് സഹായി? നിങ്ങൾക്ക്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പെടൂലേ? 21-ാം നൂറ്റാണ്ടുകാർ പെടൂലേ? 22-കാർ പെടൂലേ?
24 പെടൂലേ? ഏത് നൂറ്റാണ്ടുകാരും പെടൂലേ? സ്വഹാബികൾ മാത്രമാണോ മുജാഹിദേ? ആണെന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് സഹായിയും സംരക്ഷകനുമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നിശ്ചയിച്ചെന്ന സഹായി, അല്ലാഹു നിശ്ചയിച്ചെന്ന സംരക്ഷകൻ. ഇവിടെ അല്ലാഹ് പോയോ? ഇല്ല. അല്ലാഹനെ മാറ്റി റസൂലിനെ ഇലാഹാക്കലായോ? ഇല്ല. അല്ലാഹ് നിശ്ചയിച്ചെന്ന ഒരു കാരണമാണ്, അത്രയേ ഉള്ളൂ. അത് വലിയൊരു സ്ഥാനമാണ്. അത്രയേ ഉള്ളൂ കൊണ്ട് നമുക്ക് താഴ്ത്താൻ പറ്റൂല. അത് മഹത്തായൊരു സ്ഥാനവും പദവിയുമാണ്. അതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ മാത്രം നമ്മൾ ഉയർന്നിട്ടില്ല, പ്രിയപ്പെട്ട സഹോദരന്മാരെ. എന്നിട്ട് ഖുർആൻ പറയുന്നു, അങ്ങനെ ഒരു സഹായിയാണ്. നമ്മൾ അറിയാതെ അങ്ങനെ സഹായിക്കുക എന്നുള്ളത് മാത്രമല്ല, സഹായം ചോദിക്കുകയും ചെയ്യാം. ആർ അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും വിശ്വാസികളെയും സംരക്ഷകരായി വരിച്ചുവോ? അൽമനാറിന് എങ്ങനെയാ ഉള്ളത്? വരിച്ചുവോ, സംരക്ഷകരായി സ്വീകരിച്ചുവോ? അവർ മുശ്രിക്കായി അല്ല, അവർ കുഫറിലായി എന്ന അല്ല, അവർ അബൂജഹലുമാരായി അല്ല. അതാണല്ലോ മുജാഹിദിന്റെ ആശയം. എന്താ ഖുർആൻ എന്താ പറയുന്നത്? അവർ ആരാണ് എന്ന, അവർ ആരാണെന്ന, അവർ അല്ലാഹുവിന്റെ കക്ഷിയായി തീരുന്നു. അവരെ സഹായികളായി സ്വീകരിച്ചാൽ, അവരെ സംരക്ഷകരായി സ്വീകരിച്ചാൽ അവർ അബൂജഹലിന്റെ പാർട്ടിയിലായി എന്നല്ല, അവർ അല്ലാഹുവിന്റെ കക്ഷിയായി തീരുന്നു. തീർച്ചയായും അല്ലാഹുവിന്റെ കക്ഷി വിജയിക്കുന്നവർ തന്നെയാകുന്നു. അല്ലാഹുവിന്റെ കക്ഷി വിജയിക്കുന്ന കക്ഷിയാണ്. ആ കക്ഷിയിലാണ് മഹാത്മാക്കളോട് സഹായം ചോദിക്കാമെന്ന് വിശ്വസിക്കുന്ന ആളുകളെന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി നമ്മളോട് പറയുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് നമുക്ക് റസൂലാണെങ്കിൽ, ആ റസൂൽ വഫാത്തായി പോയിട്ടുണ്ടെങ്കിൽ, ആ റസൂൽ നമ്മളെ സഹായിയാന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ റസൂലിനോട് സഹായം ചോദിക്കാം, അവർ അല്ലാഹുവിന്റെ പാർട്ടിയിലാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനെതിരെ നിങ്ങൾ കൊണ്ടുവരുന്ന ഏതൊക്കെ ആയത്തുകളുണ്ടോ അതൊന്നും വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. മുജാഹിദ് സഹോദരന്മാരെ, വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഈ കാര്യം കേട്ടോളൂ. ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിനെതിരായി ഖുർആനിൽ ആയത്തുണ്ടാവോ? ഇല്ലല്ലോ. ഇതിനെതിരായി എങ്ങനെയാ ഖുർആനിൽ ആയത്തുണ്ടാവുക? അവൻ വിഷയം ഇതാണ്. ഇത്ര വളരെ ലളിതമായ ഒരു കാര്യം. ഈ കാര്യത്തെയാണ് മക്കയിലെ മുശ്രിക്കുകളുടെ പ്രവർത്തനത്തോട് സാദൃശ്യപ്പെടുത്തി നമ്മുടെ നാട്ടിലെ മുജാഹിദീകൾ അവതരിപ്പിച്ച് ഈ സുന്നികൾ അബൂജഹലുമാരാണെന്ന് പറയുന്നത്. എന്ത് വലിയ സങ്കടകരമായ അവസ്ഥയാണ് സഹോദരന്മാരെ. ഈ ദുരാരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. അതിനാണ് നമ്മുടെ നാടുകൾ അവർ ശബ്ദമലിനീകരണം നടത്തുന്നത്. അവരെന്തിനാ ഇവിടെ പ്രസംഗിക്കുന്നത്? അവരെന്തിനാ ഇവിടെ വേറെ ഈ സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്? ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ അംഗീകരിച്ച പഠിപ്പിച്ച ഈ ഒരു കാര്യത്തെ അത് ശിർക്കാണ്, മുശ്രിക്കിന്റെ പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ദീനിനോട് കാണിക്കുന്ന അനീതിയല്ലേ? അപകടകരമായ ഒരു സാഹചര്യമല്ലേ? അത് പറഞ്ഞിട്ടാണ് മൗലവിമാര് പ്രസംഗിക്കുന്നത്. ഇതാ അവർ അബൂജഹലുമാരായി പോയി. നോക്കണേ, ഇത്ര വലിയ ധിക്കാരം അത് ലോകത്ത് വേറെ എവിടെ കാണുക? എന്നിട്ട് ഇവർ ഉദ്ധരിക്കുന്ന കുറെ ആയത്തുകളുണ്ട്. ഇവിടെ കഴിഞ്ഞ ആള് പ്രസംഗിച്ച വിഷയം പ്രസംഗിച്ചപ്പോൾ ആ മൗലവി ഉദ്ധരിച്ച കുറെ ആയത്തുകളുണ്ട്. ആ ആയത്തുകളെല്ലാം ഇങ്ങനെ ഒരു വിഷയത്തോട് ബന്ധപ്പെട്ടതാണോ? അല്ലല്ലോ. അതുകൊണ്ട് മുജാഹിദ് സുഹൃത്തുക്കളെ, നിങ്ങൾ മൗലവിമാര് ഈ സുന്നികൾക്ക് നേരെ ഉന്നയിക്കുന്ന ഈ ദുരാരോപണം അതിന്റെ നിജസ്ഥിതി നിങ്ങൾ പഠിക്കുക. എന്നാൽ നിങ്ങൾ ആ മൗലവിമാരിൽ നിന്ന് എത്രയെങ്കിലും മാറി ജീവിക്കുമെന്നത് യാഥാർത്ഥ്യമാണ് സഹോദരന്മാർ. അതുകൊണ്ട് ഈ വിഷയം ശ്രദ്ധിക്കണം. മുജാഹിദ് മൗലവിമാർ നിങ്ങളെ പഠിപ്പിച്ചത് എന്താ? നിങ്ങളെ പഠിപ്പിച്ചത് അത് ഇത്രയാണ്. അബൂജഹൽ തുടങ്ങിയ മുശ്രിക്കുകൾ മക്കയിലുണ്ടായിരുന്ന ആളുകൾ അവര് കേവലം അവർ ചെയ്ത ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അവർ പറഞ്ഞ വിശദീകരിച്ചതനുസരിച്ച് ഇത്രയേ ഉള്ളൂ. അതെന്താ? അത് വേറൊന്നുമല്ല. അവര് അല്ലാഹുവിൽ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചിട്ടോ അള്ളാന്റെ ഔലിയാക്കളും അമ്പിയാക്കളും ഉണ്ടായിരുന്നു. ഇസ്മായിൽ നബി, ഇബ്രാഹിം നബി, ഇസ്ഹാഖ് നബി, യഅ്ഖൂബ് നബി, അതുപോലെ ഈസാ നബി, മൂസാ നബി തുടങ്ങിയ നബിമാരുണ്ടായിരുന്നു. ആ നബിമാരെ, മഹാന്മാരെ അവർക്ക് അള്ളാഹ് നൽകുന്ന കഴിവുകൊണ്ട് അവരോട് സഹായം ചോദിച്ചു. ഇതാ അവർ ചെയ്ത ശിർക്ക്, ഇതാണ് അവർ ചെയ്ത ശിർക്ക് എന്നല്ലേ നമ്മളെ മുജാഹിദ് മൗലവിമാർ പ്രസംഗിക്കാറുള്ളത്. ഞാൻ ഈ പറഞ്ഞതിൽ വല്ല അപാകതയുണ്ടോ?
നിങ്ങളെ മൗലവി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പ്രസംഗിച്ചപ്പോഴും മുജാഹിദ് സഹോദരന്മാര് നിങ്ങളെ മൗലവിമാരുടെ ഖുതുബ കേട്ടപ്പോഴും നിങ്ങളെ പഠിപ്പിച്ചതും ഒക്കെ ഈ രൂപത്തിലല്ലേ? അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ട് അമ്പിയാക്കളും ഔലിയാക്കളും സഹായിക്കുമെന്ന വിശ്വാസത്താലെയാണ് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അവരുടെ നബിമാരോട് അതുപോലെ തന്നെ മഹാന്മാരോട് ലാത്തയോട് ഉസ്സയോട് മനാത്തയോട് സഹായം ചോദിച്ചത് എന്നല്ലേ നിങ്ങളെ പഠിപ്പിച്ചത്? എന്നല്ലേ മൗലവിമാർ പ്രസംഗിക്കാറുള്ളത്? അങ്ങനെയാണോ വസ്തുത? അങ്ങനെയാണോ വസ്തുത? അല്ല. അതെവിടെയുണ്ട്? പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുജാഹിദ് സഹോദരന്മാരെ, നിങ്ങളത് പഠിക്കാതെ പോയി. ഇതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം. അത് തിരുത്താൻ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അതിന് മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ ഈമാൻ രക്ഷപ്പെടുമെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളോടുള്ള വിരോധത്തിന്റെ പേരിലല്ല ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളോടുള്ള വിരോധത്തിന്റെ പേരിലല്ല. നിങ്ങളെ മൗലവിമാർ ഇത്രയധികം വലിയ ചതിയിലും വഞ്ചനയിലും പെടുത്തിയല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ വിഷയം നിങ്ങൾ പ്രതിപാദിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? സുന്നികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിവിടെ ഒരു പരിപാടി വെച്ചതിന്റെ പേരിൽ ഞങ്ങൾക്കിവിടെ ഒരു ആട്ടമോ ഒരു സംശയമോ ഒരു കുഴപ്പമോ എവിടെയും സംഭവിച്ചിട്ടില്ല, സംഭവിക്കാറുമില്ല. അങ്ങനെ സംഭവിക്കുന്നവരല്ല സുന്നികൾ, അങ്ങനെ സംഭവിക്കുന്നവരുമല്ല. പക്ഷേ ഈ സാധാരണക്കാരായ മുജാഹിദ് സഹോദരന്മാര് ഈ മൗലവിമാരുടെ ഇത്തരം ദുഷ്പ്രചരണങ്ങളിൽ അവർ വീണ്ടും കൈയടിച്ചവരെ പ്രോത്സാഹിപ്പിക്കുകയാണല്ലോ. ആ സങ്കടകരമായ അവസ്ഥ കാണുമ്പോൾ ഒരു ദീനീ പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഒരു ദീനീ പ്രബോധനത്തിൽ